ഹായ് എവ്രി വൺ, എൻ്റെ പേര് ശില്പ. ഞാൻ കുട്ടികളുടെ നഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് UK-ലാണ്. ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നവജാത ശിശു പരിചരണം ആദ്യ ദിവസങ്ങളിൽ എന്നാണ്, ന്യൂ ബോൺ കെയർ ഡ്യൂറിങ് ഫസ്റ്റ് ഫ്യൂ ഡേയ്സ്. അപ്പം ഇതിൻ്റെ പാർട്ട് 1 ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് പോയി കാണും. അപ്പോൾ ഇന്ന് പാർട്ട് 2 ആണ്. ഒന്ന് ഫ്യൂ പോയിൻറ്റ്സ് കൂടി ഇതിൽ പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോണ്ടിങ്, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, മെഡിക്കേഷൻസ് ആൻഡ് ഡേഞ്ചറസ് സൈൻസ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ബോണ്ടിങ് എന്താണെന്ന് നോക്കാം. ബോണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കൂടെ തന്നെ ബേബീനെ കിടത്തുക. എപ്പോഴും ആ ബേബിക്ക് അമ്മേൻ്റെ ആ ഒരു ടച്ചും സ്മെല്ലും ഒക്കെ എപ്പോഴും കിട്ടുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കഴിവതും അമ്മേൻ്റെ കൂടെ തന്നെ അതായത് ബെഡിൽ തന്നെ കിടത്തിയിട്ട് അവർക്ക് ആ ഒരു കംഫർട്ടബിൾ എൻവയോൺമെൻറ്റ് യൂട്രസിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ഫീല് കുറച്ച് നാളത്തേക്ക് കൂടെ കിട്ടുന്നത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റ് കൊടുക്കുക എന്ന് പറയും. അത് കേരളത്തിൽ ഞാൻ അത്ര കണ്ടിട്ടില്ല. UK-ലൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്കിൻ ടു സ്കിൻ ബേബിക്ക് കൊടുക്കും, സ്പെഷ്യലി പ്രീ ടേം ബേബീസിന്. അമ്മയുടെയും അല്ലെങ്കിൽ ഫാദറിൻ്റെ ചെസ്റ്റിൽ ബേബീനെ ക്ലോത്ത് ഇല്ലാതെ തന്നെ വെച്ചിട്ട് അവരെ അവിടെ കവർ ചെയ്തൊരു മദറിനും ഫാദറിനും എത്ര സമയം വേണോ അത്രയും സമയം നമ്മൾ വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ ബേബിക്ക് അതൊരു കംഫർട്ടബിൾ ഒരു ഫീലായിരിക്കും കിട്ടുന്നത്, അമ്മേൻ്റെ സ്മെല്ലും പിന്നെ അമ്മേൻ്റെ ആ സൗണ്ടും ഒക്കെ കിട്ടുമ്പം. അപ്പോൾ ഒന്നുകിൽ സ്കിൻ ടു സ്കിൻ അല്ലെങ്കിൽ ബോണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത് പറയാനുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എപ്പോഴും ബേബീനെ എടുക്കുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഹാൻഡ് വാഷ് ചെയ്യുക. അറിയാം, രോഗപ്രതിരോധ ശേഷി ബേബീസിന് കുറവാണ്. നമ്മളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പം അവർക്ക് ഇമ്മ്യൂണൈസേഷൻ വാക്സിൻസ് വാക്സിനിലൂടെയും അമ്മേൻ്റെ ബ്രസ്റ്റ് മിൽക്കിലൂടെയും പിന്നെ വളർന്നു വരുന്നതനുസരിച്ചാണ് അവർക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കിട്ടുക. അപ്പം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാതെയും പ്രോപ്പറായിട്ട് മാസ്ക് ഒന്നും വെക്കാതെയൊക്കെ ഇപ്പം ആരെങ്കിലും ജലദോഷമോ പനിയൊക്കെ ഉള്ളവരൊക്കെ എടുത്ത് വരുമ്പോൾ നമ്മൾ തന്നെ പാരൻസൊക്കെ മാസ്ക് വെക്കുക, അവരിൽ നിന്ന് ബേബിക്ക് വരാതിരിക്കാൻ. അതുപോലെ തന്നെ വിസിറ്റേഴ്സൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എപ്പോഴും അവരോട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് ബേബീനെ ടച്ച് ചെയ്യാൻ എടുക്കാനൊക്കെ പറയുക. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും ബേബീനെ നാപ്പി കെയർ ചെയ്ത ശേഷം പിന്നെ വന്ന് ഹാൻഡ് വാഷ് ചെയ്യണം. എപ്പോഴൊക്കെ ബേബീനെ ടച്ച് ചെയ്യുകയാണോ അപ്പോൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് ബേബീനെ എടുക്കാൻ ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് പറയാനുള്ളതാണ് മെഡിക്കേഷൻസ് ഒരു ഫുൾ ടൈം ആയിട്ടുള്ളൊരു ബേബീസിന് പ്രത്യേകിച്ചൊന്നുമില്ല, വൈറ്റമിൻ ഡി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക. ഒരു 1 ഇയർ വരെ നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കണമെന്നാണ് WHO റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ പ്രീ ടൈം ബേബീസൊക്കെ ആണെങ്കിൽ അവരുടെ ഡോക്ടേഴ്സ് പറയുന്ന ബാക്കി മെഡിക്കേഷൻസൊക്കെ കറക്റ്റ് ടൈമിൽ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. വാക്സിൻസ് അവൈലബിൾ ആണ്. വാക്സിൻസ് ഇന്ത്യയിലും UK-ലും ഓരോ കൺട്രിയിലും വേറെയാണ്. അപ്പോൾ ഇന്ത്യയിൽ കൊച്ച് ജനിച്ച പാടെ നമ്മൾ BCG കൊടുക്കും. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും പോളിയോയും ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടും കൊടുക്കും. അപ്പം അതൊക്കെ കറക്റ്റ്, അതിൻ്റെ ആ ഷെഡ്യൂൾ അനുസരിച്ച് കറക്റ്റ് ഫോളോ ചെയ്ത് കൊടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് ആ ഒരു ഇമ്മ്യൂണിറ്റി ഒക്കെ കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടിന്യൂ ചെയ്യുക. രണ്ടാമതായിട്ട് പറയാനുള്ളതാണ് ഡേഞ്ചറസ് സൈൻസ് കേട്ടോ. എന്തൊക്കെ ഡേഞ്ചറസ് സൈൻസാണ് നമ്മൾ ബേബിയിൽ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ആദ്യമായിട്ട് പറയാനുള്ള ബേബി വോമിറ്റ് ചെയ്യുന്ന കാര്യം. എല്ലാവർക്കും സംശയമാണ്, ബേബി വോമിറ്റ് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പാരൻസ് വരാറുണ്ട് ഞങ്ങളുടെ അടുത്ത്. അപ്പം ബേർപ്പ് ചെയ്യുക, ഗ്യാസ് നന്നായിട്ട് തട്ടിക്കളയുക. എന്നിട്ടും ബേബി 2 to 3 ടൈംസ് ഒക്കെ വോമിറ്റ് ചെയ്യുവാണെങ്കിൽ ഡോക്ടേഴ്സിനെ നഴ്സസിനെ ഇൻഫോം ചെയ്യണം. പിന്നെ അതുപോലെ ബേബീൻ്റെ വയറ് വീർത്തിരിക്കുവാണ്, ഇത്തിരി ഫുള്ളായിട്ട് ഫീൽ ചെയ്യുവാണ്, അത് എപ്പോഴും അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യണം. പിന്നെ സ്റ്റൂളിൽ ബ്ലഡ് കാണുവാണെങ്കിൽ ഇൻഫോം ചെയ്യേണ്ടതാണ്. പിന്നെ കളറിൻ്റെ കാര്യത്തിൽ യെല്ലോ കളർ അറിയാമല്ലോ, ജോണ്ടിസ്. അത് ചില കുട്ടികളിൽ ഈ ഒരു ജോണ്ടിസ് വലിയ കുഴപ്പമില്ലാതെ പോകും, പക്ഷേ യെല്ലോ കളറായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ എനിവേ ഹോസ്പിറ്റലായിരിക്കുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ ചെക്ക് ചെയ്യും. അപ് ടു 7 ഡേയ്സ് അത് ചെക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ചെക്ക് ചെയ്തിട്ട് നോർമൽ ആണെന്ന് പറയുവാണെങ്കിൽ ആ ഒരു സ്ലൈറ്റ് യെല്ലോയിഷ് കളറൊക്കെ ഉള്ളെങ്കിൽ അതങ്ങ് തന്നെ പോകുന്നതായിരിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ബേബീൻ്റെ ഫീഡിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് ബേബി എടുക്കുന്നില്ലേ എന്നൊക്കെ നോക്കുക. ഈ യെല്ലോ കളർ ഉണ്ടായിട്ടും നമ്മൾ വീട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ ഉണ്ടോ നോക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ബേബിയിൽ ഫസ്റ്റ് ഡെലിവറിയിൽ ഒരു കുഴപ്പമില്ല, സെക്കൻഡ് ഡെലിവറിയിൽ ഇപ്പം ബേബി നല്ല യെല്ലോയിഷ് ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു, 7th ഡേയിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കി. പക്ഷേ അത് നോർമൽ റേഞ്ചിലാണെന്ന് അവർ പറഞ്ഞു. പ്രത്യേകിച്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കൊച്ച് നോർമൽ ആക്ടിവിറ്റിയും ഫീഡിങ്ങും ഒക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 1 month കൊണ്ട് ഓക്കെ ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പറയാനുള്ളത്
ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, ചിലപ്പം നീല കളറായിട്ട് ബേബിന് ഉണ്ടായ പാടെ, അതായത് ജനിച്ച പാടെ ആദ്യത്തെ ഒരു 1 ഡേയിൽ ചിലപ്പം ബേബീസിൻ്റെ കൈയും കാലും ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്ലൂ കളറായിട്ട് ഇരിക്കാറുണ്ട്. അല്ല 2 to 3 ഡേയ്സ് ഒക്കെ ആയിട്ടും ബേബീൻ്റെ കൈയും കാലും ഒക്കെ ബ്ലൂ ആയിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തണുപ്പ് തട്ടുന്നതുകൊണ്ടായിരിക്കും. അപ്പം നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക. അല്ല ഫുൾ ബോഡി ബ്ലൂ ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡോക്ടേഴ്സിനെ നഴ്സസിനെ ഇൻഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഫീഡ് നമ്മളിങ്ങനെ സക്ക് ചെയ്യുമ്പോൾ ബേബി ചിലപ്പം ബ്ലൂയിഷ് കളർ, അതായത് ബ്രീത്തിങ്ങിൻ്റെ ഒക്കെ ഇഷ്യൂ, അല്ലെങ്കിൽ ചിലപ്പം ചില ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളപ്പം അങ്ങനെ ബ്ലൂയിഷ് കളർ ആവാറുണ്ട്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഫീഡ് കുടിക്കുമ്പോൾ ബ്ലൂ കളർ ആവുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ്, അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യേണ്ടതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് പറയാനുള്ള അപസ്മാരത്തിൻ്റെ സൈൻസ്, അത് ജസ്റ്റ് നോക്കുക ബേബീൻ്റെ പോസ്ചറിങ് ഒക്കെ, അതായത് ബേബി ഐസൊക്കെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടോ, പിന്നെ ബേബീനെ എത്ര നമ്മൾ ബേബി ഷെയ്ക്ക് ചെയ്യുന്നു, ലേക്കും കൈയും കാലും ഒക്കെ ഷെയ്ക്ക് ചെയ്യുന്നു, ട്വിസ്റ്റിംഗ് മൂവ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുവാണ്, പിന്നെ ബേബി അബ്നോർമലായിട്ട് പുറകോട്ട് ഇങ്ങനെ മാറി ആർച്ചിങ് എന്ന് പറയും, അങ്ങനെയൊക്കെ ബാക്ക് ഒക്കെ ആർച്ച് ചെയ്ത് അങ്ങനെ പോകുന്നു, അങ്ങനെ അബ്നോർമലായിട്ടുള്ള പൊസിഷൻസ് ഒക്കെ തോന്നുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യേണ്ടതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ പേരൻസ്. എല്ലാ അമ്മമാർക്കും നല്ലൊരു പാരൻറ്ഹുഡ് ആശംസിക്കുന്നു. നല്ലൊരു പോസ്റ്റ്നേറ്റൽ പീരീഡ് ആയിരിക്കട്ടെ. ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക, നല്ല ഫുഡൊക്കെ കഴിച്ച് ആ മെറ്റേണിറ്റി ലീവിലെ ഈ ടൈം നിങ്ങൾക്കൊക്കെ ഒരു 3 months 6 months ഒക്കെ കിട്ടുമായിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയം നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.